റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടനിൽ വിമാനയാത്രകളെ നിയന്ത്രിക്കുന്ന നാഷണൽ എയർ ട്രാഫിക് സർവീസ് സംവിധാനങ്ങൾ തകരാറിലായി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനം അപ്രതീക്ഷിതമായി പണിമുടക്കിയത്. രാത്രി 7:30 വരെ ലണ്ടനിലെയും രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലെയും 200ഓളം വിമാനങ്ങൾ ഇതുമൂലം റദ്ദാക്കി. വിമാനങ്ങൾ അവസാന നിമിഷം മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വഴിതിരിച്ചു വിടുകയായിരുന്നു. വിമാന കമ്പനികളും ആയിരക്കണക്കിന് യാത്രക്കാരും ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇന്നലെ വൈകിട്ട് കടന്നുപോയത്. പ്രശ്നം പരിഹരിച്ചതായി രാത്രി 8:30 എയർ ട്രാഫിക് സർവീസ് അറിയിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയുടെ ആഘാതം പരിഹരിക്കാനായിട്ടില്ല. വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന 122 വിമാന സർവീസുകളാണ് 2 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയത്. 50-ലേറെ വിമാനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഹിത്രോവിൽ മാത്രം 24 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 14 വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനായില്ല. റഷ്യയുടെ കിഴക്കൻ മേഖലയായ കാംചത്ക ഉപദ്വീപിനു സമീപം പസഫിക് സമുദ്രത്തിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യുഎസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു. ജപ്പാനിൽ ഒരാൾ മരിച്ചു. റഷ്യയിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട്. സുനാമി മുന്നറിയിപ്പ് നൽകിയതിനാൽ കാലിഫോർണിയ, വാഷിംഗ്ടൺ ഉൾപ്പെടുന്ന യുഎസ് പടിഞ്ഞാറ് തീരം, അലാസ്ക, ഹവായ് എന്നിവിടങ്ങളിൽ ജനങ്ങൾ ഉയർന്ന സ്ഥലത്തേക്ക് മാറി. കംചത്ക ഉപദ്വീപിൽ ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം 11:25 8.8 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായത്. പെട്രോ പാവ്ലോസ് കംചാറ്റ്സ്കി നഗരത്തിൽ നിന്ന് 119 കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ 19.3 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. ഹാൻഡ് ബാഗിന് വലിപ്പം കൂടിയതിന്റെ പേരിൽ വിമാനയാത്ര നിഷേധിക്കപ്പെട്ട സ്ത്രീ നിസ്സഹായതയോടെ നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. യാത്രയ്ക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ട സെറ്റ്വാന കാലിനീന ബൾഗേറിയയിലെ സോഫിയ വിമാനത്താവളത്തിലെ വാതിലിൽ വിതുമ്പുകയും മുട്ടുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാവുന്നത്. അവധിക്കാല യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക് പോവുകയായിരുന്ന തന്നെ സഹയാത്രികയുടെ മുന്നിൽ വെച്ച് റയാൻ എയർ അധികൃതർ മാറ്റിയത് വലിയ മാനസിക വിഷമത്തിന് കാരണമായി എന്നാണ് കിൻഡർ ഗാർട്ടൻ അധ്യാപികയായിട്ടുള്ള സെറ്റ്വാന കാലിനീന ആരോപിക്കുന്നത്. ഒരു കുറ്റവാളിയോട് പെരുമാറുന്നത് പോലെയാണ് അവർ എന്നോട് പെരുമാറിയത്. ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് പലതവണ പറഞ്ഞു. എയർലൈൻസിന്റെ ബാഗേജ് വലിപ്പം നിയന്ത്രിക്കുന്ന ബോക്സിൽ എന്റെ ലഗേജ് കയറുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് അവർ യാത്ര നിഷേധിച്ചതെന്നും സെറ്റ്വാന കാലിനീന ആരോപിക്കുന്നു. മാൾട്ടയിലേക്ക് വർക്കിംഗ് വിസ നൽകാമെന്ന് പറഞ്ഞ ഏങ്ങേണ്ടിയൂർ പൊക്കളങ്ങര സ്വദേശി 5.5 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. വാടാനപ്പള്ളി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം കളമശ്ശേരി സ്വദേശികളായ പ്രയാഗ വീട്ടിൽ വിമൽ, രേഷ്മ എന്നിവരാണ് എറണാകുളത്ത് നിന്ന് അറസ്റ്റിലായത്. ഇനി നാട്ടിലെ വാർത്തകൾ. തെരുവ് നായ വിഷയത്തിൽ നിലവിലുള്ള നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂവെന്നും സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈകൾ എംബസിയായാൽ ABCയാൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ്. ABC ചട്ടങ്ങൾ ജനവിരുദ്ധവും അപ്രായോഗികവുമാണ്. അതിൽ ഇളവ് വരുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. രോഗബാധിതരായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുവാൻ എടുത്ത തീരുമാനവും ഹൈക്കോടതി പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ദലിത് യുവാവായ ടെക്കിയുടെ കൊലപാതക കേസ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. യുവാവിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഉയർന്ന പ്രതിഷേധങ്ങൾക്കിടെയാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ടെക്കി കവിൻ സെൽവഗണേഷിന്റേത് ദുരഭിമാന കൊലയാണെന്നും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യമുയർന്നത്. ഇതോടെയാണ് അന്വേഷണം തമിഴ്നാട് പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് CID വിഭാഗത്തിന് കൈമാറിയത്. പ്ലാസ്റ്റിക് വിരുദ്ധ നടപടികൾ സംസ്ഥാനത്ത് മദ്യവില വർധനയ്ക്കിടയാക്കുവാൻ സാധ്യത. ബെക്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും 800 രൂപയ്ക്ക് താഴെ വിലയുള്ള ഏതളവിൽ വാങ്ങിയാലും ഇനി കുപ്പി ഒന്നിന് 20 രൂപ അധികമായി നൽകേണ്ടി വരും. മദ്യം വാങ്ങിയ കടയിൽ തന്നെ കുപ്പി തിരിച്ചേൽപ്പിച്ചാൽ 20 രൂപ മടക്കി കിട്ടും. വാങ്ങുന്ന ബെക്കോ ഔട്ട്ലെറ്റിൽ തന്നെ കുപ്പിയുമായി തിരിച്ചെത്തുവാനുള്ള സാഹചര്യമില്ലെങ്കിൽ ഫലത്തിൽ മദ്യത്തിന് 20 രൂപ അധികം നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. 800 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള എല്ലാ മദ്യത്തിന്റെയും കുപ്പികൾ ഗ്ലാസ് ബോട്ടിലുകളിലാക്കി മാറ്റുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടുകളിലായിരിക്കും. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലണ്ട് പര്യടനത്തിലെ തകർപ്പൻ പ്രകടനത്തിന്റെ അലയൊലികൾ അടങ്ങും മുമ്പേ ഇന്ത്യൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയൻ പര്യടനത്തിന്. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച IPL പുത്തൻ താരോധയം ആയുഷ് മാത്രയാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിന് നായകൻ. IPL മറ്റൊരു താരോധയമായ 14-കാരൻ വൈഭവ് സൂര്യവംശിയും ടീമിലുണ്ട്. ഇവർ ഉൾപ്പെടെ 18 അംഗ ടീമിനെയാണ് BCCI ഇന്നലെ പ്രഖ്യാപിച്ചത്. 3 ഏകദിനങ്ങളും ചതുർദിന മത്സരങ്ങളുമാണ് പര്യടനത്തിൽ ഉണ്ടാവുക. സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 10 വരെയാണ് ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനം. ഇംഗ്ലണ്ടിന്റെ പര്യടനത്തിൽ തകർപ്പൻ ഫോമിലുണ്ടായിരുന്ന വൈഭവ് സൂര്യവംശിയുടെ മികവിൽ യൂത്ത് ഏകദിന പരമ്പര ഇന്ത്യ 3-2 സ്വന്തമാക്കിയിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.87 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.